من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فيا أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഴുവൻ കൽപ്പനാ നിയമങ്ങളും നിയമവ്യവസ്ഥകളും ഭൗതിക ജീവിതത്തിലെ മുഴുവൻ സമയങ്ങളിലും കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കി അള്ളാഹുവിനെ മാത്രം കീഴ്പ്പെട്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ ഉണർത്തുന്നത് പോലെ വിശ്വാസികളായ നിങ്ങളെല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാമൊക്കെ ജീവിക്കുന്ന കാലം അത്രയും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും ഏറ്റവും ഉയർന്ന ഈമാനിൽ അള്ളാഹുലേക്ക് മടങ്ങുവാനുമുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന കുറ്റവും കുറവും വീഴ്ചകളും പോരായ്മകളും അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ഖുത്ബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ മനുഷ്യനെ പരീക്ഷണമായി പരിചയപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് നമ്മുടെ മക്കൾ എന്നതായിരുന്നു നമ്മൾ ആലോചിച്ചത്. അതിൽ തന്നെ എൻ്റെ സമ്പത്തും എൻ്റെ മക്കളും എന്ന് ചേർത്ത് പറയുകയും ചെയ്ത പരിശുദ്ധ ഖുർആൻ മറ്റു പല പരീക്ഷണങ്ങളെയും പൊതുവായി പറയുകയും അതേസമയം മക്കളും സമ്പത്തും എന്നുള്ള പരീക്ഷണം പറയുമ്പോൾ പരീക്ഷണം എന്ന അറബി ഭാഷയിലെ പ്രയോഗം തന്നെ മനഃപൂർവ്വം ഉപയോഗിക്കുകയും ചെയ്തതായിട്ട് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അത് എങ്ങനെയാണ് എനിക്ക് പരീക്ഷണമാകുന്നത് എന്നും ആ പരീക്ഷണത്തെ ഞാൻ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നും എൻ്റെ മക്കൾ അത് എൻ്റെയും എൻ്റെ ഭാര്യയുടെയും നമ്മളുടെ ദാമ്പത്യ ജീവിതത്തിലൂടെ പടച്ചവൻ എനിക്ക് തന്നൊരു സമ്മാനം, അത് ഭൂമിയിലെ എല്ലാ സൃഷ്ടിപ്പുകളിൽ നിന്നും ഏറ്റവും അതിമനോഹരമായ സൃഷ്ടിപ്പായ മനുഷ്യനെ, എന്നെപ്പോലെയുള്ളൊരു മനുഷ്യനെ അള്ളാഹു എനിക്ക് തന്നാൽ പടച്ചവൻ എത്ര ശുദ്ധിയായിട്ടാണോ എനിക്ക് തന്നത് ആ ശുദ്ധിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ, പടച്ചവൻ എത്ര ഭംഗിയായിട്ടാണോ ആ സൃഷ്ടിപ്പിനെ എനിക്ക് മുന്നിൽ തന്നത് ആ ഭംഗിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതിന് കോട്ടങ്ങൾ തട്ടാതെ സൂക്ഷിക്കുക, അതിന് പരിക്കുകൾ പറ്റാതെ നോക്കുക, അതിനെ ആ അർത്ഥത്തിൽ തലോടി വളർത്തുക എന്നുള്ള ഒരു കലയാണ് യഥാർത്ഥത്തിൽ മനുഷ്യരെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന പാരന്റിങ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും വെക്കേഷനിൽ ആ കുട്ടികൾ കൂടുതൽ സമയവും വീട്ടിൽ ചെലവഴിക്കുന്ന, അതല്ലെങ്കിൽ വാപ്പയുടെയും ഉമ്മയുടെയും കൂടുതൽ പ്രസൻസിനെ നന്നായി എക്സ്പെക്ട് ചെയ്യുന്ന ഒരു തലമുറയും കൂടിയാണ് അവർ. അവരുടെ ഇമോഷനെ മനസ്സിലാക്കുന്ന, അവരുടെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കുന്ന, അവരുടെ കുറവുകൾ അറിഞ്ഞുകൊണ്ട് അവരോട് പെരുമാറുന്ന ബാപ്പാനെ അവർ ആഗ്രഹിക്കുന്നുണ്ട്, ഉമ്മാനെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഏറ്റവും നാച്ചുറലായി കിട്ടേണ്ട ഒരിടം
നമ്മുടെ വീടകങ്ങൾ തന്നെയാണ്. എങ്ങാനും ആ വീടകങ്ങളിൽ നിന്ന് നാച്ചുറലായി കിട്ടേണ്ട ഒരു സ്നേഹം, നാച്ചുറലായി കിട്ടേണ്ട ഒരു പാരന്റിങ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു അന്തരീക്ഷം അവർക്ക് നാച്ചുറലായിട്ട് കിട്ടിയില്ല എങ്കിൽ എവിടുന്നാണോ അത് കിട്ടുന്നത്, ആ കിട്ടുന്ന ഇടങ്ങളെയും തരുന്ന ആളുകളെയും അവരൊരു കണ്ടീഷനും ഇല്ലാതെ സ്നേഹിക്കും എന്നുള്ളത് മനുഷ്യന്റെ പ്രകൃതിയാണ്. അതുകൊണ്ടാണ് ബാപ്പയും ഉമ്മയും മക്കളോട് ഏറ്റവും അടുത്ത ആളുകളാകണം എന്നും ആ മക്കൾ യൂലദു അലൽ ഫിത്ര എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവര് ശുദ്ധമായ ഒരു പ്രകൃതിയിൽ നിങ്ങളിലേക്ക് വന്നവരാണ്. അവർക്ക് പാപങ്ങൾ അറിയില്ല, തെറ്റുകൾ അറിയില്ല, നന്മകൾ അറിയില്ല, ഒന്നും അറിയില്ല. ബ്ലാങ്ക് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നത്. ആ ബ്ലാങ്ക് എന്ന് പറയുന്നത് മറ്റൊരർത്ഥത്തിൽ ശുദ്ധിയായി. ഒരു സ്ഥലത്ത് മാലിന്യമില്ല, നല്ല ഉപകാരപ്പെടുന്ന ഒരു വസ്തുവില്ല എങ്കിൽ അത് ശുദ്ധിയായിട്ടാണ് പരിഗണിക്കുക എന്ന് പറയുന്നത് പോലെ ആ ശുദ്ധമായ ഒരു പ്രകൃതം ഒരു മനുഷ്യൻ, ഒരു മനുഷ്യ ജന്മം പടച്ചോൻ നിങ്ങൾക്ക് തന്നാൽ അതിന്റെ കൃത്യമായ രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതിന്റെ ഒരു ആർട്ടിനെ കുറിച്ചിട്ടാണ് ഖുർആനും ഹദീസും പ്രവാചകചര്യയും പാരന്റിങ്ങിന്റെ ഒരു വിശാലമായ അർത്ഥത്തിൽ നമുക്കൊക്കെ പഠിപ്പിച്ചു തരുന്നത്. അത് ലുഖ്മാൻ എന്ന് പറയുന്ന ഒരു പിതാവ് മകന് കൊടുക്കുന്ന ഒരു ഉപദേശത്തെ ഒരു പേജിലധികം ഖുർആൻ പറയുന്നുണ്ട്. അതൊരു പിതാവും മകനും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ആ പേജ് മുഴുവൻ. സൂറ ലുഖ്മാനിന്റെ 2-ാമത്തെ പേജ് മുതൽ അങ്ങോട്ട് വായിച്ചാൽ എന്ന് തുടങ്ങുന്ന ആയത്ത് മുതൽ ഇന്ന അൻകറൽ അസ്വാതി ലസൗത്തുൽ ഹമീർ എന്ന് പറയുന്ന ആയത്ത് വരെ ബാപ്പയും കുട്ടിയും തമ്മിലുള്ള വർത്താനാണ്. ബാപ്പ കൊടുക്കുന്ന അതിമനോഹരമായ വർത്തമാനങ്ങൾ, ഉപദേശങ്ങൾ കുട്ടി മടുപ്പില്ലാതെ കേട്ടിരിക്കുന്നു മാത്രമല്ല അതിനെക്കുറിച്ചിട്ട് ആഴമായിട്ട് ചിന്തിക്കാൻ. പുതിയ കാലത്ത് സാധാരണഗതിയിൽ എല്ലാവരും രക്ഷിതാക്കൾ ഒന്നടങ്കം പറയുന്നൊരു പരാതി, എന്നെ കേൾക്കുന്നില്ല, എന്റെ വർത്താനം പോലും കേൾക്കാൻ കുട്ടികൾക്ക് ഇഷ്ടമല്ലാതെ. എന്തുകൊണ്ട് എന്റെ ശബ്ദത്തെയും എന്റെ പ്രസൻസിനെയും കുട്ടികൾ ഓർക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അവരുടെ കാര്യത്തിൽ ഇടപെടുന്നതിന് അത്രമാത്രം ശത്രുതയിൽ അവരെന്തുകൊണ്ട് കാണുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ സാധാരണ നമ്മളുടെ ഉത്തരവും നമ്മളുടെ പരിഹാരവും പോവുക കുട്ടികളുടെ ഒരു മനസ്സിന്റെ ശുദ്ധിയില്ലായ്മ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകെട്ടിന്റെ പ്രശ്നം എന്ന രീതിയിൽ കുട്ടികളിലേക്കാണ് നമ്മൾ പ്രശ്നങ്ങൾ വിരൽ ചൂണ്ടുക. പക്ഷെ ഖുർആൻ സംസാരിക്കുന്നത് അങ്ങനെയല്ല. ഖുർആൻ സംസാരിക്കുന്നത് നിങ്ങളിലേക്ക് വിരൽ ചൂണ്ടുക എന്ന് പറഞ്ഞ മാതാപിതാക്കളോട് പറയാണ്. അവരെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ, നിങ്ങൾ എന്ന് പറഞ്ഞാൽ ബാപ്പാക്കും ഉമ്മാക്കും സാധിച്ചില്ലായിരുന്നെങ്കിൽ അവരുടെ ഇനി അങ്ങോട്ടുള്ള വഴികളിൽ, ഇനി അങ്ങോട്ടുള്ള ജീവിത ഘട്ടങ്ങളിൽ അത് വലിയൊരു പ്രയാസമാവും. അതുകൊണ്ടാണ് സാധാരണ പറയാറുള്ളത് അടുക്കളയിൽ ഉദാഹരണങ്ങളാണ്. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു മാതാവ്, ഒരു പിതാവ് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് എന്താണോ ഇന്ന് ഉച്ചക്കോ രാത്രിക്കോ വേണ്ടിയിട്ട് ഭക്ഷണത്തിന് വേണ്ടി മാവ് കുഴച്ചത്, ആ മാവ് കുഴച്ചതിന്റെ പിന്നിൽ ആ മാവ് ഉണ്ടാകാൻ അവരുപയോഗിച്ചൊരു ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ആ മാവ് മിക്സ് ചെയ്തുകൊണ്ട് അതിൽ പലതും ആഡ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പലഹാരമുണ്ട്. ആ പലഹാരത്തിലേക്ക് അവർക്കറിയാം ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാലാണ് ഇത് അതിമധുരമാകുക അല്ലെങ്കിൽ അത്രമാത്രം രുചികരമാകുക എന്നുള്ള കൃത്യമായ അറിവുള്ള ഒരാളും അതിൽ നൈപുണ്യമുള്ള ഒരാൾ ഉണ്ടാക്കുന്നതും അതിലൊന്നും വലിയ ധാരണയില്ലാത്ത ഒരാൾ ഉണ്ടാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു പക്ഷേ മാവ് കുഴക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഉണ്ടാകേണ്ട പലഹാരത്തിന്റെ രുചി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ടാകേണ്ട പലഹാരം കൊണ്ട് മറ്റൊരാളുടെ അഭിപ്രായം ഇങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മാവ് കുഴക്കുന്നത് മുതൽ നമ്മൾ അതിനെക്കുറിച്ചിട്ട് ആലോചിക്കും. സാധാരണ പാരന്റിങ്ങിൽ സംഭവിക്കല് മാവ് കുഴച്ചു, അതിൽ മിക്സ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തു, അവസാനം പലഹാരാകാൻ നിൽക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചെടുത്തൊന്നും ഈ സാധനം എത്തിയില്ലല്ലോ, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും എൻ്റെ മക്കൾ അനുസരിക്കുന്നില്ല എന്ന് അവരുടെ 18ഉം 20ഉം വയസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിക്കുന്നതും അതേസമയം അവരുടെ ചെറിയ പ്രായം മുതൽ ആലോചിക്കുന്ന തമ്മിൽ വ്യത്യാസം എങ്ങനെയാണ്? സാധാരണഗതിയിൽ അതുകൊണ്ട് മാതാപിതാക്കളെ കുറിച്ചിട്ട് പറയൽ
അവർക്ക് ഒരു കുഞ്ഞുണ്ടായാൽ അന്ന് മുതൽ സ്വന്തമായിട്ട് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല എന്നാണ്, സ്വന്തമായിട്ട് ഇഷ്ടങ്ങൾ ഉണ്ടാവില്ല, സ്വന്തമായിട്ട് താല്പര്യങ്ങൾ ഉണ്ടാവില്ല. അതിനു മുമ്പ് വരെ ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് ഉള്ള ഇഷ്ടങ്ങൾ, ഭക്ഷണങ്ങളോടുള്ള ചില ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നു, ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞുങ്ങളായാൽ, ഒരു പാരന്റ് ആയിട്ട് മാറിയാൽ പിന്നീട് അങ്ങോട്ട് അവരുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് നമ്മളുടെ കാര്യങ്ങളെ റീസ്കെഡ്യൂൾ ചെയ്യാണ്. അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്, അത് നമുക്ക് വേണ്ടെങ്കിൽ പോലും നമ്മൾ കഴിക്കുകയാണ്. അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം നമ്മൾ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അവർക്ക് ഇഷ്ടമുള്ള അർത്ഥത്തിൽ നമ്മളെ വീടിനെ നമ്മൾ ഭംഗിയാക്കുകയാണ്. അവർക്ക് ഇഷ്ടമുള്ള വാഹനം നമ്മൾ വാങ്ങാൻ, അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമ്മൾ വിനോദയാത്ര നടത്തുകയാണ്. പക്ഷെ അതിനു മുമ്പ് വരെ അങ്ങനെ ആയിരുന്നില്ല. നമ്മളുടെ രണ്ടുപേരുടെയും ഇഷ്ടങ്ങൾ പരിഗണിച്ചിട്ടായിരുന്നു എല്ലാം ചെയ്തിരുന്നത്. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ വെക്കേഷൻ സമയത്ത് നമ്മുടെ കൂട്ടത്തിലുള്ള, നമ്മളോട് ചേർന്നിരിക്കുന്ന മക്കളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ നമ്മളുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ സാധ്യമാകുക എന്ന് പറയുന്നത് വലിയ ജീവകാരുണ്യ പ്രവർത്തനമായിട്ടല്ല കാണേണ്ടത്, അതിന്റെ ബേസിക് റൂളാണ്. അത് ഞാൻ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. അത് ഇസ്ലാമിൽ എന്തോ നിർബന്ധമാണ് എന്ന അർത്ഥത്തിൽ ഒരു ഇബാദത്ത് ചെയ്യുന്നത് പോലെയല്ല, അത് വളരെ നാച്ചുറൽ ആയിട്ട് സംഭവിക്കേണ്ടതാണ്. ബാപ്പാന്റെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു മകന് പറ്റണം, മകൾക്ക് പറ്റണം. ഉമ്മാനെ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ മക്കൾക്ക് പറ്റണം. വീടകങ്ങളിൽ അങ്ങനെയുള്ള അന്തരീക്ഷം ഉണ്ടാകണം. പ്രത്യേകിച്ചും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന കുട്ടികളെ കുറിച്ചിട്ടുള്ള ഒരുപാട് ആവലാതികളുണ്ട്, ബേജാറുകളുണ്ട്, വിഷമങ്ങളുണ്ട്. പല രക്ഷിതാക്കളും അനുഭവിക്കുന്ന ടെൻഷനുകളുണ്ട്. അതിൽ സാധാരണ കേട്ടുവരുന്നതും നമ്മളൊക്കെ നിരന്തരം അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നതുമായ ഒരു സംഗതി, അവരുപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ, അവരുപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ക്രീൻ, അതിൽ അവർക്ക് ആഴ്ന്നിറങ്ങിയിട്ടുള്ള ഒരു അഡിക്ഷൻ ഇന്ന് എല്ലാ വീടകങ്ങളിലെയും സംസാര വിഷയമാണ്. അതിലാദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഓരോ ബാപ്പയും ഓരോ ഉമ്മയും മനസ്സിലാക്കേണ്ടത്, ഇത് എന്റെ മകന്റെയും എന്റെ മകളുടെയും മാത്രം പ്രശ്നമല്ല, ഇതൊരു ആഗോള പ്രശ്നമാണ്. ഈ വിഷയത്തിൽ ലോകമെമ്പാടും ചർച്ചകൾ നടക്കുന്നുണ്ട്. ലോകത്തിലെ കോടതികളിൽ ചർച്ച നടക്കുന്നുണ്ട്, ലോകത്തിലെ മെഡിക്കൽ മേഖലകളിൽ ചർച്ച നടക്കുന്നുണ്ട്, ക്ലിനിക്കൽ സ്റ്റഡീസ് നടക്കുന്നുണ്ട്, സൈക്കോളജിക്കൽ സ്റ്റഡീസ് നടക്കുന്നുണ്ട്. എങ്ങനെയാണ് പുതിയ ജനറേഷൻ കുട്ടികളെ ഈ പറയുന്ന വലിയ ഒരു സോഷ്യൽ മീഡിയ അഡിക്ഷനിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരിക്കലും എന്റെ മോന്റെയും എന്റെ മോളുടെയും മാത്രം പ്രശ്നമല്ല, എന്റേതടക്കമുള്ള ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തെ പരിഹാരമായിട്ട് പല അർത്ഥത്തിലുള്ള സ്റ്റഡീസ് നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ചും ഈ വെക്കേഷനിൽ കുട്ടികൾ വീട്ടിലുണ്ടാകുന്ന സമയത്ത് ഒരു പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്യേണ്ടി വരുന്നത്, കുട്ടികളോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരുന്നത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ഒരു അകൽച്ചയെ കുറിച്ചിട്ടായിരിക്കും. അതിലേക്ക് നമ്മൾ തന്നെ നിശ്ചയിച്ചിരിക്കുന്ന ഒരു സ്ക്രീൻ ടൈമിനുള്ളിൽ ആ കുട്ടി എൻജോയ് ചെയ്യേണ്ടതൊക്കെ ചെയ്തോട്ടെ എന്ന് പല രീതിയിലും ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ച രക്ഷിതാക്കൾ ഉണ്ടാവും. ചില ആളുകൾ കുട്ടികളല്ലേ, അവരങ്ങനെ വളരട്ടെ, കാരണം പുതിയ ടെക്നോളജി ഒക്കെ വളരുന്ന ഒരു കാലഘട്ടമാണ്. ഇനി അങ്ങോട്ട് ടെക്നോളജിയും സ്ക്രീനും അതുപോലെ തന്നെ ആ അർത്ഥത്തിലുള്ള നോളേജ് ഒന്നും ഇല്ലാതെ ചെറിയ പ്രായം മുതലേ വളർന്നാൽ ആ കുട്ടിയെ ഭാവിയിൽ പോലും അത് ബാധിക്കും എന്ന അർത്ഥത്തിൽ അതിനെ കണ്ടുകൊണ്ട് ആ രീതിയിൽ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഇപ്പൊ മുതലേ അത് ശീലിച്ചാൽ ഭാവിയിൽ അത് വലിയൊരു അപകടമാകുമോ എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, എല്ലാ കുട്ടികളെയും ഈ വിഷയത്തിൽ ജനറലൈസ് ചെയ്ത് മനസ്സിലാക്കരുത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബേസ്. കുട്ടികൾ ഉപയോഗിക്കുന്ന എല്ലാ ഉപയോഗത്തെയും ജനറലൈസ് ചെയ്യാൻ പാടില്ല. അത് അവർക്ക് ഇഷ്ടമല്ല എന്ന് മാത്രമല്ല, ആ അർത്ഥത്തിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന വെറുപ്പിന്റെ കടുപ്പം ചെറുതൊന്നും ആയിരിക്കില്ല. ഉദാഹരണം, ഒരു കുട്ടിയുടെ ഫോൺ എടുത്താൽ ആ ഫോണിന്റെ സ്ക്രീൻ ടൈം 6 മണിക്കൂർ ഉണ്ടെങ്കിൽ എല്ലാ 6 മണിക്കൂറും ഒരുപോലെയല്ല. ആ 6 മണിക്കൂർ ചിലത് 6 മണിക്കൂറുള്ള സ്ക്രീൻ ഉപയോഗം അപകടകരമായ ഉപയോഗങ്ങളുണ്ട്. ചില 6 മണിക്കൂറിന്റെ ഉപയോഗം കുട്ടികൾ നല്ല രീതിയിൽ, പ്രത്യേകിച്ചും പുതിയ തലമുറയിൽ അങ്ങനെയുള്ള കുട്ടികൾ അടക്കമുണ്ട്, സ്വന്തമായിട്ടുള്ള കഴിവുകൾ മനസ്സിലാക്കി സ്വന്തമായിട്ട് ടെക്നോളജിക്കലി അവർ ചെയ്യുന്ന കോഡിങ് പോലെയുള്ള പഠനങ്ങൾ നടത്തി അവരുടെ അക്കാഡമിക്സിലും അവരുടെ നോളേജിലും അവരുടെ സ്കില്ലിലും ബാപ്പയും ഉമ്മയും കുറച്ചു നേരം തരുന്ന ഫോണിന്റെ സ്ക്രീൻ ഉപയോഗിക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ട്. അതേസമയം എല്ലാവരും അങ്ങനെയല്ല. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഞാൻ അതിനെ മാനേജ് ചെയ്യേണ്ടത്, എന്റെ കുട്ടികൾ എങ്ങനെയാണ് അതിൽ കാണുന്നത്, അവരുടെ നിലപാട് ആ വിഷയത്തിൽ എന്താണെന്ന് നോക്കിയാൽ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ജനറലൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ള, എല്ലാവരെയും ഒരുപോലെ കണ്ട് എല്ലാവർക്കും ഒരേ നിയമം ഉണ്ടാക്കാൻ പാടില്ല. കാരണം ഇതിൽ വയസ്സിന് വ്യത്യാസം അനുസരിച്ചുകൊണ്ട് ഈ പറയുന്ന കേസിന്റെ വലുപ്പത്തിലും ചെറുപ്പത്തിലും വ്യത്യാസമുണ്ട്, ജെൻഡറിൽ വ്യത്യാസമുണ്ട്, ഉപയോഗിക്കുന്ന ആളും ഉപയോഗിക്കുന്ന വീടും ഉപയോഗിക്കുന്ന രക്ഷിതാക്കളും
എല്ലാത്തിലും വ്യത്യാസം. ഇവിടെ ഒരു 50 കുടുംബത്തിലെ രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ ആ 50 കുടുംബത്തിലെ രക്ഷിതാക്കളുടെയും മക്കളുടെ സ്ക്രീൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗം ഒരിക്കലും ജനറലൈസ് ചെയ്യാൻ പാടില്ല. എല്ലാവരും ഒരുപോലെയല്ല, എല്ലാ മക്കളും ഒരുപോലെയല്ല. എനിക്ക് 4 മക്കളുണ്ട് എന്ന് വിചാരിക്കുക, 5 മക്കളുണ്ട് എന്ന് വിചാരിക്കുക, 5ഉം 5 ലോകത്താണ്. 5ആളെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല. അതിൽ 6 മാസമുള്ള ഒരു കുട്ടിയോടും 15 വയസ്സുള്ള ഒരു കുട്ടിയോടും ഒരുപോലെ ചെയ്യാൻ പാടില്ല, ഒരുപോലെ പെരുമാറാൻ പാടില്ല, ഒരുപോലെ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ സ്കിൽ ഓറിയന്റഡ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു ആർട്ടാണ് ശരിക്കും പറഞ്ഞാൽ വീട്ടിന്റെ ഉള്ളിൽ നമ്മളെ പണി. അത് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ സംഭവിക്കുന്നത് വലിയ പ്രശ്നമാണ്, വലിയ അപകടമാണ്. അതുകൊണ്ട് ഇതിന്റെ ഒരു സ്റ്റാർട്ട് എന്താന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു അവയർനെസ് ഉണ്ടാകുക. ആ അവയർനെസ് കുട്ടികളുടെ സൗകര്യത്തിനും അവർക്ക് എൻജോയ് ചെയ്തുകൊണ്ടും എങ്ങനെയാണോ നമുക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാം, വളരെ ക്വാളിറ്റിയിൽ, വളരെ ഹൈ ക്വാളിറ്റി കണ്ടന്റോട് കൂടി, അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി നമ്മളുടെ പ്രസൻസിലെ, നമ്മളുടെ സംസാരത്തിലെ, നമ്മളുടെ ഇടപഴകങ്ങളിലെ അതിമനോഹരമായ സമയങ്ങളിലൂടെ നമുക്ക് ഒരു ദിവസം വിളിച്ചിട്ട് എല്ലാവരും മക്കളെയും വിളിച്ച് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉപദേശിക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയെ കുറിച്ചിട്ടാണ് എന്ന് പറയുന്ന ഒരു പാരന്റിങ്ങിനെ കുറിച്ചിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്. അവരുടെ ബ്രെയിൻ, പ്രത്യേകിച്ചും എന്തുകൊണ്ടാണ് 12 വയസ്സുള്ള ഒരു കുട്ടിയും 40 വയസ്സുള്ള ഒരു ബാപ്പയും അല്ലെങ്കിൽ ഉമ്മയും തമ്മിലുള്ള ഫോൺ ഉപയോഗമുണ്ട്, സോഷ്യൽ മീഡിയ ഉപയോഗമുണ്ട്. രണ്ടാളും ഉപയോഗിക്കുന്നത് ഒരേ പ്ലാറ്റ്ഫോം ആയിരിക്കും, പക്ഷെ രണ്ട് എഫക്റ്റ് ആണ്. എന്തുകൊണ്ടാണ്? നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ, രക്ഷിതാക്കൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷെ കുട്ടികൾക്കും കൊടുക്കും. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥലം ഭക്ഷണം കഴിക്കുമ്പോഴാണ്. ചില കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുമ്പം ആ സ്ക്രീൻ ഇല്ലാതെ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ കുട്ടി ചെറുപ്പം മുതലേ ബാപ്പാനെയും ഉമ്മാനെയും കണ്ടുകൊണ്ടിരിക്കുന്നത് ഭക്ഷണം ഡൈനിങ് ടേബിളിലെ സ്ക്രീനിലാണ്. എന്ന് പറഞ്ഞാൽ ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ ഒരു സ്ക്രീൻ ഉണ്ടാവും. അതൊരു പക്ഷെ ഫോൺ ആയിരിക്കാം, അല്ലെങ്കിൽ ലാപ്പ് ആയിരിക്കാം, ഡിവൈസ് ആയിരിക്കാം, ടി വി ആയിരിക്കാം, എന്തോ ഒന്ന്. അതില്ലാതെ ഭക്ഷണം ഇറങ്ങാൻ പറ്റാത്തൊരു അന്തരീക്ഷത്തിൽ വളരുന്നൊരു കുട്ടിക്ക് എപ്പോഴും അത് വേണ്ടി വരും. പക്ഷെ ഇതിന്റെ എഫക്റ്റ് ബാപ്പാനേക്കാളും ഉമ്മാനേക്കാളും ഇതിന്റെ അപകടം അനുഭവിക്കുക കുട്ടിയാണ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ രണ്ടുപേരും 40 വയസ്സുള്ള രക്ഷിതാക്കളും 15 വയസ്സുള്ള 12 വയസ്സുള്ള കുട്ടികളും ഒരേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുമ്പോഴും രണ്ടുപേരുടെയും ബ്രെയിനിന്റെ ഫങ്ഷനിൽ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ ഫ്രണ്ടൽ ബ്രെയിന് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ 18, 20, 22 വയസ്സ് കഴിയുമ്പോഴാണ് അത് കൂടുതൽ ഫങ്ഷനിങ് ആവുന്നത്. ഫ്രണ്ടൽ ബ്രെയിൻ ആണ് മനുഷ്യൻ. എന്താണ് ഫ്രണ്ടൽ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ? ഈക്വൽസ് മനുഷ്യൻ, അതാണ് ഹ്യൂമൻ. അതിൽ അപകടം സംഭവിച്ചാൽ മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളിലും അപകടം സംഭവിച്ചു. ആ ബ്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഡെസിഷൻ മേക്കിംഗ് സംഭവിക്കുന്നത്, ആ ബ്രെയിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്, ആ ബ്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഞാൻ എങ്ങനെയാണ് ബിഹേവിയർ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിൽ ചെറിയ കുട്ടികളുടെ നിരന്തരമായ സ്ക്രീൻ ഉപയോഗം അപകടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് പഠനം. ഈ അടുത്ത കാലത്ത് അമേരിക്കയിലെ അങ്ങനെ ഒരു കുട്ടികൾക്കിടയിൽ ഒരു പഠനം നടന്നു. എന്താ പഠനം എന്ന് പറഞ്ഞാൽ അവർക്കുള്ള ഒരു നിയമം, ഒരു ദിവസം 30 മിനിറ്റ് മാത്രമേ സ്ക്രീൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. 1 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളെ സെലക്ട് ചെയ്ത് ആ കുട്ടികളിലാണ് പഠനം പരീക്ഷിച്ചത്. അങ്ങനെ സംഭവിച്ചപ്പോൾ അതിന്റെ റിസൾട്ട് വന്നത് 35% ആ കുട്ടികൾക്കിടയിൽ ഡിപ്രഷൻ കുറഞ്ഞു എന്നാണ്. 15 വയസ്സുള്ള, നമ്മൾ ആലോചിക്കില്ല 15 വയസ്സുള്ള കുട്ടിക്ക് എന്താണ് ഈ ഡിപ്രഷൻ. 45 വയസ്സുള്ള നമ്മള് ഓരോ ദിവസവും 100 കണക്കിനുള്ള പ്രശ്നങ്ങൾ ഓരോ വക്തിനും, ലുഹറിനുണ്ടാകുന്ന പ്രശ്നമല്ല അസറിനുണ്ടാകുന്നതല്ല മഗ്രിബിന്, ഒരു ദിവസം തന്നെ വ്യത്യസ്ത പ്രശ്നങ്ങളെ കടന്നു പോകുന്ന നമ്മള് ഒരു മാസം എന്തെല്ലാം പ്രശ്നങ്ങൾ, ഏതെല്ലാം കോലത്തിൽ, ഏതെല്ലാം രൂപത്തിൽ. ഇന്നേ വരെ നമ്മൾ ഡിപ്രഷനകത്ത് വീട്ടിൽ കിടന്നിട്ടില്ലല്ലോ. അതേ രീതിയിൽ എനിക്കില്ലല്ലോ എന്നുള്ള അർത്ഥത്തിൽ മക്കളെ നമ്മൾ ജനറലൈസ് ചെയ്തുകൊണ്ട് അതിനെ നോർമലൈസ് ചെയ്തുകൊണ്ട് ട്രീറ്റ് ചെയ്താൽ അപകടമാണ്. അവർക്കുണ്ട്, അവരങ്ങനെ ഒരു ഫേസിലാണ് പോകുന്നത്. അവർക്ക് ഡിപ്രഷൻ വരണമെങ്കിൽ 40 ലക്ഷം രൂപയുടെ നഷ്ടം വരണമെന്നില്ല. അവർക്ക് ഡിപ്രഷൻ വരണമെങ്കിൽ എന്റെ കുടുംബത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ നടന്നു, കുടുംബങ്ങൾ തകർന്നു എന്ന വാർത്ത കേൾക്കണമെന്നില്ല. അവർക്ക് ഡിപ്രഷൻ വരണമെങ്കിൽ കഴിഞ്ഞ പോസ്റ്റിൽ എനിക്ക് 200 ലൈക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ഇട്ട പോസ്റ്റ് എനിക്ക് വെറും 30 ലൈക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന കാരണം മതി. നമ്മൾ വലിയ വലിയ കാര്യം ആലോചിച്ചുകൊണ്ട് ഡിപ്രഷനിൽ കഴിയുന്ന ഒരു ബാപ്പാനേക്കാൾ വലിയ ഡിപ്രഷനിൽ 15 വയസ്സുള്ള കുട്ടി പോകും. എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇമ്പൾസീവ് ബിഹേവിയർ എന്ന് അതിന് പറയാം. ആ കുട്ടികൾ നിരന്തരം സ്ക്രീൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റ് ആയി കഴിയുന്ന
കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇമ്പൽസീവ് ബിഹേവിയർ കൂടുതലായിരിക്കും, എടുത്തുചാട്ടങ്ങൾ കൂടുതലായിരിക്കും, ആലോചിക്കാതെ ഡെസിഷൻ എടുക്കുന്നത് കൂടുതലായിരിക്കും. അവർ ചെയ്യുന്ന ആക്ട്, ഡു ദ ആക്ട് വിത്തൗട്ട് തിങ്കിങ് എന്നാണ് അതിനെ കുറിച്ചിട്ട് ഡിഫൈൻ ചെയ്യുക. എന്ത് കാര്യവും ഒന്നും ആലോചിക്കാതെ ചെയ്യുക എന്നൊരു ടെൻഡൻസി, എന്നൊരു കാര്യം അവരുടെ ബ്രെയിനിൽ കൂടുതലായിരിക്കും. എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് അവർ കണ്ടുകൊണ്ടിരിക്കുന്ന, സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടന്റ് അങ്ങനെയാണ്. അത് കണ്ടന്റിന്റെ മാത്രം പ്രശ്നമല്ല, ഒരിക്കലും അവർ കണ്ടുകൊണ്ടിരിക്കുന്ന റീൽസിലൂടെ ബ്രെയിൻ അങ്ങനെ ആയതല്ല, അവരുടെ ബ്രെയിൻ അങ്ങനെ ആയതുകൊണ്ടാണ് മെറ്റ പോലെയുള്ള ടെക്നോളജി സ്ക്രീനിന്റെ അല്ലെങ്കിൽ റീൽസിന്റെ ടൈം ഓരോ വർഷവും കുറച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വരുന്ന ജനറേഷൻ അങ്ങനെയാണ്. ജെൻസി കഴിഞ്ഞു, ജെൻ ആൽഫ കഴിഞ്ഞു, ജെൻ ബീറ്റയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജെൻ ബീറ്റയിലേക്ക് പോകുമ്പോൾ റീൽസിന്റെ ടൈം ഇനിയും കുറയാൻ സാധ്യതയുണ്ട്, യൂട്യൂബിലെ ഷോർട്സിന്റെ ടൈം ഇനിയും കുറയാനുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര അറ്റൻഷൻ കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. ആ അറ്റൻഷൻ കപ്പാസിറ്റിന്റെ ഉള്ളിൽ ആർക്കാണോ ഫസ്റ്റത്തെ 5 സെക്കൻഡിൽ അവരെ നിലനിർത്താൻ സാധിക്കുന്നത്, ആർക്കാണോ സ്ക്രോൾ ചെയ്യാതെ അവരെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നത്, അവരാണ് കണ്ടന്റ് മേക്കേഴ്സ്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവര്, ഈ അർത്ഥത്തിൽ ബ്രെയിനിനെ നിരന്തരം പ്രാക്ടീസ് ചെയ്ത് ബ്രെയിനിന് അങ്ങനെ ഒരു ബിഹേവിയർ ഉണ്ടാകാൻ. എന്താണ് ആ ബിഹേവിയർ? പെട്ടെന്ന് സംഭവിക്കണം. അതെന്താണെങ്കിലും പാപ്പാനോട് ഒരു ആഗ്രഹം പറഞ്ഞു. 12 വയസ്സുള്ള കുട്ടി, ഒരാഴ്ച പോലും കാത്തു നിൽക്കാൻ ആ കുട്ടി കഴിവില്ല. ഇന്ന് പറഞ്ഞാൽ നാളെ കിട്ടണം, അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞാൽ ഇന്ന് കിട്ടണം എന്നൊരു ടെൻഡൻസി അവരിലേക്ക്. ഞാൻ പറയുന്നത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ എല്ലാ കുട്ടികളും ഇങ്ങനെ ആകും എന്ന അർത്ഥത്തിലില്ല. ഇതാണ് അതിന്റെ ഒരു സ്റ്റഡീസ്. അപ്പൊ ഇതിൽ എങ്ങനെയാണ് ഞാൻ അതിനെ അഡ്രസ് ചെയ്യേണ്ടത്, എന്റെ മക്കളുടെ മാനസികാവസ്ഥ എങ്ങനെയാണ്, എന്റെ മോളുടെ മാനസികാവസ്ഥ എങ്ങനെയാണ്, അവരുടെ ചുറ്റുപാട് എങ്ങനെയാണ് അവരതിനെ ട്രീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവരത് ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ട് വ്യത്യസ്ത രീതിയിൽ ആലോചിക്കാൻ പറ്റണം എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ കോടതി തന്നെ മെറ്റ പോലെയുള്ള ടെക്നോളജിക്ക് കൊടുത്ത ഒരു ഡിഫൈൻ എന്താന്ന് പറഞ്ഞാല്, അവര് അഡിക്റ്റീവിന് വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയ. ശരിക്കും എന്തിനാന്ന് പറഞ്ഞാൽ അഡിക്റ്റീവിനാണ്, അടിമകളാക്കുക എന്നുള്ളത് തന്നെയാണ് അവർ തന്നെ സ്വയം കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ. എന്ന് പറഞ്ഞാൽ ഉദാഹരണം, ഒരാൾക്ക് സാധാരണഗതിയിൽ ഒരു മനുഷ്യന് ഒരു കാര്യം നിരന്തരം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മടുപ്പുണ്ട്. ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം, ആ ഭക്ഷണം ഒരാൾക്ക് ഒരു ദിവസം 3 നേരം കഴിക്കാൻ പറ്റില്ല. ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം, ആ സ്ഥലത്ത് എല്ലാ മാസവും പോകാൻ പറ്റില്ല. ഇഷ്ടപ്പെട്ടൊരു കാര്യം മണിക്കൂറുകളോളം മടുപ്പില്ലാതെ ചെയ്യാന്ന് പറയുന്നത് മനുഷ്യപ്രകൃതിയാൽ സാധ്യമല്ലാത്തൊരു കാര്യമാണ്. ഈ പറയുന്ന നാച്ചുറൽ ആയിട്ട് മനുഷ്യന്റെ ബ്രെയിനിൽ സംഭവിക്കുന്ന മടുപ്പിനെ പോലും ഹൈജാക്ക് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ. എന്ന് പറഞ്ഞാൽ മടുപ്പില്ലാതെ മണിക്കൂറുകളും ദിവസങ്ങളും ആണെങ്കിൽ നമുക്ക് അതിൽ ഇരിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഇരിക്കാൻ പറ്റുന്നതിന്റെ ഒരു റീസൺ ഒന്ന്, മനുഷ്യൻ ഒരു കാര്യം അങ്ങനെ ചെയ്യാൻ പറ്റണമെങ്കിൽ അവരെന്തോ ഒരു റിവാർഡ് കിട്ടിക്കൊണ്ടിരിക്കണം, ഒരു അപ്രിസിയേഷൻ കിട്ടിക്കൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ മനുഷ്യനത് മടുപ്പില്ലാതെ ചെയ്യാൻ പറ്റും. നിരന്തരമായിട്ട് കണ്ടന്റുകൾ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ചില ആളുകളുടെ കണ്ടന്റുകളെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ, ആ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പക്ഷെ കണ്ടന്റ് ചെയ്യുന്ന ആളുകളൊന്നും നമുക്കൊരു വിലയുണ്ടാവില്ല. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ 8ാമത്തെയും 7ാമത്തെയും 5ാമത്തെയും വയസ്സിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടന്റ് ക്രിയേഷന്റെ കണ്ടന്റ് അനുസരിച്ച്, ക്വാളിറ്റി അനുസരിച്ച് അവരുടെ സ്വഭാവത്തിലടക്കം അത് വ്യത്യാസം വരും, അവരുടെ ചിന്തകളിൽ വ്യത്യാസം വരും, സംസാര ശൈലിയിൽ പോലും അവരനുകരിക്കുന്ന ശൈലി അവരറിയാതെ വരും. അത്ര ഫാസ്റ്റ് ആയിട്ട് ബ്രെയിൻ അതിനെ സ്റ്റോർ ചെയ്തെടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് 40 വയസ്സുള്ള ബാപ്പ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതും 15 വയസ്സുള്ള കുട്ടി നിരന്തരം ഉപയോഗിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. എങ്ങനെയാണ് ഇതിന്റെ പരിഹാരം ഉണ്ടാവുക? വെക്കേഷനിൽ കുട്ടികൾ നമ്മളെ കൂടെ ഉണ്ട്, വെക്കേഷനിൽ അവരുമായിട്ട് നമ്മൾ ഇങ്ങനെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എങ്ങനെയാണ് അവരുടെ ഈ പറയുന്ന പ്രശ്നത്തെ പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുക എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തെ ഒരു ഉത്തരമായിട്ട് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അതേസമയം 50 കുടുംബങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 50 തരത്തിലുള്ള ഉത്തരങ്ങൾ അതിനാവശ്യമുണ്ട്. ആ ഉത്തരം കണ്ടുപിടിക്കേണ്ടത് നമ്മളാണ്. ആ ഉത്തരത്തിന്റെ മിനിമം ചെയ്യാൻ നമുക്ക് പറ്റുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഒന്ന് അതിമനോഹരമായ ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിരന്തരം സ്ക്രീൻ അല്ലാതെ ഓഫ് സ്ക്രീനിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം, പാപ്പയും ഉമ്മയും നിരന്തരം നടക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ, ആ കമ്മ്യൂണിക്കേഷൻ അവർ കാണണം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വിഷ്വലാണ്, കാണുന്നത് എന്തോ അത് മാത്രം സ്റ്റോർ ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് വയല് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല, ഉപദേശിച്ചിട്ട് കാര്യമില്ല, അവർക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ ലെക്ചറിങ് കൊടുത്തിട്ടും കാര്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണോ
അവരുടെ കണ്ണുകൊണ്ട് അവർ കണ്ടുബോധ്യപ്പെടുന്നത്. എന്നാൽ പോലും അവർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസിന് നമ്മൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, നമ്മൾ ആൻസർ കൊടുക്കാൻ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആൻസർ കൊടുക്കണമെങ്കിൽ നമ്മൾ അവിടെ അവൈലബിൾ ആയിരിക്കണം. വീട്ടിലുള്ള നമ്മളുടെ പ്രസൻസ് അധികരിപ്പിക്കുക, അവിടെ അവർക്ക് സംസാരിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക, ഓരോ ദിവസത്തെയും ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് വീട്ടിൽ ഒരു സ്കെഡ്യൂൾ ഉണ്ടാക്കി കൊടുക്കുക. സ്ക്രീൻ ടൈം ഒരിക്കലും ഒരു സാധാരണ പറയാം, 1 വയസ്സ് മുതൽ അല്ലെങ്കിൽ ജനിച്ച കുട്ടി മുതൽ 11 മാസം വരെ, ആ കുട്ടിക്ക് 11 മാസം എത്തുന്നത് വരെ സ്ക്രീൻ ആ കുട്ടി കാണാനേ പാടില്ല എന്നാണ് സയൻസ്. കാണാനേ പാടില്ല. അത് എന്തോ അർത്ഥത്തിൽ, ഒരു അർത്ഥത്തിലും കാണാൻ പാടില്ല. അതേസമയം 1 മുതൽ 6 വരെ നമുക്ക് ഒരു പക്ഷെ ഹൈ ക്വാളിറ്റി കണ്ടന്റ് ഉള്ള കുട്ടികളുടെ അക്കാഡമിക്സിനെയോ കുട്ടികളുടെ ബിഹേവിയറിനെ ഏതോ അർത്ഥത്തിൽ പോസിറ്റീവായിട്ട് ഉപകാരപ്പെടുത്തുന്ന എന്തോ എന്നുണ്ടെങ്കിൽ, ഹൈ ക്വാളിറ്റി കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് നിശ്ചിത സമയം വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കാണിക്കാം. 6 to 12, 12 to 18, 18 to 25 ഇങ്ങനെ പോകുന്നുണ്ട് അതിന്റെ ഓരോ കണക്കുകളും. അവിടെ എങ്ങനെയാണോ നമ്മൾ ബിഹേവിയർ ചെയ്യേണ്ടത്, എങ്ങനെയാണോ കുട്ടിയുടെ അവസ്ഥകൾ, അതിനനുസരിച്ച് കൊണ്ടൊരു ടൈമിംഗ്, സ്ക്രീൻ ടൈമിംഗ് നമ്മൾ കൊടുത്ത്, ആ സ്ക്രീൻ ടൈം കൊടുക്കുന്നത് ഒരിക്കലും മോനെ ഇന്ന് ഇത്രമാത്രം കണ്ടാൽ നാളെ ഇത്ര തരാം എന്ന് പറഞ്ഞിട്ടാവരുത്. അല്ലെങ്കിൽ ഇന്ന് അരമണിക്കൂർ മാത്രം യൂട്യൂബിൽ വീഡിയോ കണ്ടാൽ ഇന്ന സാധനം വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ കുട്ടിക്ക് അങ്ങനെ തോന്നാതെ ഇത് ഇത്രേ എനിക്ക് ആവശ്യമുള്ളൂ എന്ന രീതിയിൽ, ഇതൊരു പക്ഷെ 15ഉം 16ഉം വയസ്സുള്ള ഒരു കുട്ടിയിൽ അപ്ലൈ ചെയ്യാൻ ഒരു പക്ഷെ ഒരധികം സമയം എടുക്കും, കുറച്ചധികം പ്രയാസമായിരിക്കും. അതേസമയം ചെറിയ കുട്ടികളിൽ ഈ സമയം മുതലേ ആ അർത്ഥത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ ബിഹേവിയർ ചേഞ്ചസ് വരുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കും. സോഷ്യൽ മീഡിയ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് എന്താണ് അതിന്റെ ഒരു അതവ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചേക്കാം. അതിൽ ഏറ്റവും വലിയ റോൾ മോഡൽ അവർ കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരു വിഷ്വൽ എന്താന്ന് പറഞ്ഞാൽ ബാപ്പാന്റെയും ഉമ്മാന്റെയും ഉപയോഗം തന്നെയാണ്. ബാപ്പയും ഉമ്മയും എങ്ങനെയാണോ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്, എങ്ങനെയാണോ അതിനെ യൂസ് ചെയ്യുന്നത് എന്നത് അവർ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ആ ഒബ്സർവേഷൻ അനുസരിച്ചായിരിക്കും അവർക്ക് റിസൾട്ട് ഉണ്ടാകുക. ആ അർത്ഥത്തിൽ ഒരു കൂട്ടമായ ഒരു ആലോചനയും ചിന്തയും വാപ്പയും ഉമ്മയും തമ്മിൽ നടക്കണം. കുട്ടികളിൽ അത് രസകരമായിട്ട് അതിനെ അപ്ലൈ ചെയ്യാൻ പറ്റണം. ഒരിക്കലും ഫോഴ്സ്ഫുള്ളി ഇത്ര മാത്രമേ തരുള്ളൂ, 30-ൽ നിന്ന് 31 ആയാൽ ഇന്ന് ഉച്ചക്ക് ഭക്ഷണം ഇല്ല എന്ന അർത്ഥത്തിലുള്ള ഒരു ഹൊറർ ടൈപ്പിലേക്കോ ടെറർ ടൈപ്പിലേക്കോ പോകാതെ, ലുഖ്മാൻ എന്ന് പറയുന്ന ബാപ്പ മകന് കൊടുക്കുന്ന ഉപദേശങ്ങളെ നമ്മളൊന്ന് വായിച്ചു നോക്കണം. അത് അതിരസകരമായിട്ടും അതിമനോഹരമായിട്ടും കുട്ടിയായിട്ടാണ് സംസാരിക്കുക. ബാപ്പ എന്നുള്ള പൊസിഷനിൽ നിന്ന് ഇറങ്ങി ആ കുട്ടിയുടെ പൊസിഷനിലേക്ക് ഇറങ്ങിയിട്ട് അവരോട് സംസാരിച്ചാൽ അവരെത്ര നേരമാണെങ്കിലും കേട്ടിരിക്കും. അവർ നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ ശബ്ദം ഇല്ലെങ്കിൽ അവർക്ക് വിഷമാവും, നിങ്ങളുടെ പ്രസൻസ് ഇല്ലെങ്കിൽ അവർക്കൊരു തരം മാനസികാവസ്ഥയിലേക്ക് വരും. ആ അർത്ഥത്തിൽ നമ്മുടെ വീടകങ്ങളിലെ അന്തരീക്ഷം മാറണം. അതിനുവേണ്ടി ഈ വെക്കേഷനെ നമ്മൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൺകുളിർമുള്ള മക്കളെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പുതിയ കാലത്തെ എല്ലാ ചതിക്കുഴികളിൽ നിന്നും സോഷ്യൽ മീഡിയ അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സാലിഹ്യങ്ങളായ മക്കളായി അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും മക്കളെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുഴുവൻ കൽപ്പനാ നിയമങ്ങളും നിയമവ്യവസ്ഥകളും ജീവിതത്തിലുടനീളം അനുസരിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിക്കുന്ന കാലം അത്രയും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും അവസാനം ഏറ്റവും ഉയർന്ന ഈമാനിൽ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോകുന്ന കുറ്റവും കുറവും വീഴ്ചകളും പരായ്മകളും അള്ളാഹുവിന്റെ കരുണ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒട്ടനവധി സഹോദരി സഹോദരന്മാരുണ്ട്. എല്ലാവർക്കും അള്ളാഹു പൂർണ്ണ ശിഫയും പൂർണ്ണ ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപകട രോഗങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും അള്ളാഹു ഇസ്സത്തും അഭിമാനവും നൽകി അനുഗ്രഹിക്കും.
അനുഗ്രഹിക്കുമാറാവട്ടെ. പരസ്പര സ്നേഹവും ഐക്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ജയിലറുകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന, മിസൈലുകൾക്കും വെടിയുണ്ടകൾക്കും നിരന്തരം സാക്ഷികളായിക്കൊണ്ടിരിക്കുന്ന, വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യത്യസ്ത രാജ്യങ്ങളും സമൂഹങ്ങളുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഈമാനും സബറും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.